Hi guys, welcome to doubt. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മാത്തമാറ്റിക്സ് ചാപ്റ്റർ 1 അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഫസ്റ്റ് സീക്വൻസ് എന്താണെന്ന് പഠിക്കാം. സീക്വൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് നമ്പേഴ്സ് ദാറ്റ് ഗോസ് ആൻഡ് ഓൺ ഇൻ എ പെർട്ടിക്കുലർ റൂൾ. അതായത് ഒരു പെർട്ടിക്കുലർ റൂൾ വെച്ചിട്ട് കുറേ നമ്പേഴ്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനാണ് സീക്വൻസ് എന്ന് പറയാം. എക്സാമ്പിൾ ഓഡ് നമ്പേഴ്സ് 1, 3, 5, 7, 9. ഓക്കെ, ഈ 9 കഴിഞ്ഞിട്ട് നമുക്ക് എത്രയായിരിക്കും വരിക? 11, 13. നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലേ? അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഡിഫറൻസ് എന്താണ്? 2. ഇവിടെ ഡിഫറൻസ് എന്താണ്? 2. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത നമ്പർ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ളതിനെയാണ് നമുക്ക് സീക്വൻസ് എന്ന് പറയുന്നത്. ഇനി അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് ഈ ഡിഫറൻസ്, അതായത് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിന്റെ ഇടയിലുള്ള ഡിഫറൻസ്. കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിന് ശേഷമുള്ള നമ്പറും ആ നമ്പറും, ഈ രണ്ട് നമ്പേഴ്സിനെയാണ് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതായത് 1ഉം 3ഉം കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണ്, 3ഉം 5ഉം കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണ്, 5ഉം 7ഉം കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണ്, അതായത് അടുത്തടുത്തിരിക്കുന്ന നമ്പേഴ്സ്. ഇനി ഫസ്റ്റ് 1ഉം 5ഉം കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് അല്ല. അപ്പൊ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആയിട്ടുള്ള നമ്പേഴ്സിന്റെ ഡിഫറൻസ്, അതായത് വലത് സൈഡിലുള്ളത് മൈനസ് ഇടത് സൈഡിലുള്ളത്, അത് എത്രയാണ് കിട്ടുന്നത്? നമുക്കിവിടെ 2 ആണ്. ഈ ഡിഫറൻസ് ത്രൂ ഔട്ട് ദ സീക്വൻസ് സെയിം ആണെങ്കിൽ അതിനെ നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് വിളിക്കാം. ഓക്കെ, ഇനി ഫോർ അനദർ എക്സാമ്പിൾ, 1, 5, 9, 13. ഓക്കെ, ഇവിടെ ഡിഫറൻസ് എന്താണ്? 5, 1. അതായത് 5 - 1 എന്ന് പറയുന്നത് 4. ഇവിടെ 9 - 5 എന്ന് പറയുന്നത് 4. 13 - 9 എന്ന് പറയുന്നത് 4. അതായത് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ത്രൂ ഔട്ട് സെയിം ആണ്. അപ്പൊ ഇതിന് ശേഷമുള്ള നമ്പർ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കിട്ടില്ലേ? അതായത് 13 + 4 എത്രയാണ്? 17 ആണ് നമ്മുടെ അടുത്ത നമ്പർ. അപ്പൊ ഇങ്ങനെയുള്ള നമ്പേഴ്സിനാണ് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസസ് എന്ന് പറയുന്നത്. ഇനി ടേം എന്ന് പറയുന്നത് ഈ സീക്വൻസിലുള്ള ഒരു നമ്പറിനെയാണ് നമ്മൾ ടേം എന്ന് വിളിക്കുക. അതായത് ഇവിടെ 1 ഒരു ടേം ആണ്, 5 ഒരു ടേം ആണ്, 9 ഒരു ടേം ആണ്, 13 ഒരു ടേം ആണ്. ഓക്കെ, ഇനി നമുക്കിത് വേറെ രീതിയിൽ എഴുതി നോക്കാം. ഓക്കെ, പൊസിഷൻ ടേം എന്ന രീതിയിൽ. പൊസിഷൻ എന്ന് പറയുന്നത് നമ്മളെ റോൾ നമ്പർ പോലെയാണ്. റോൾ നമ്പർ വൈസ് ഒരു കുട്ടീനെ നമ്മൾ ഓർഡർ ആക്കി വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒന്നാമത്തെ കുട്ടീന്റെ റോൾ നമ്പർ 1 അല്ലേ? അതേപോലെ ഓരോ ടേമിനും ഓരോ റോൾ നമ്പർ ഉണ്ട്. അതാണ് പൊസിഷൻ. അതായത് ഇപ്പം നമ്മളൊരു സ്ക്വയറിന്റെ പെരിമീറ്റർ എടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റത്തെ സ്ക്വയറിന് 1 സെന്റിമീറ്റർ, അടുത്ത 2 സെന്റിമീറ്ററിന്റെ സ്ക്വയറിന്റെ പെരിമീറ്റർ, അടുത്ത 3 സെന്റിമീറ്റർ സ്ക്വയറിന്റെ പെരിമീറ്റർ, അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ ഫസ്റ്റ് എന്താ വരിക? അതാണ് ഒരു സീക്വൻസ്. അതിൽ ഫസ്റ്റ് എന്ത് വരും? 4 സെന്റിമീറ്റർ ആണ് ഫസ്റ്റത്തെ വരിക. 2 സെന്റിമീറ്റർ ഉള്ളതിന് 8 വരും, 3 സെന്റിമീറ്റർ ഉള്ളതിന് 12 വരും, 4 സെന്റിമീറ്റർ ഉള്ളതിന് 16 വരും. അപ്പൊ ഇതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഫസ്റ്റത്തെ ടേമിന്റെ പൊസിഷൻ 1, സെക്കൻഡ് പൊസിഷൻ 2, തേർഡ് ടേമിന്റെ പൊസിഷൻ 3. ഓക്കെ, ഇനി ഇതിൽ nth ടേം ആണ് നമ്മൾ എന്ത് സീക്വൻസ്, ആൽജിബ്രൈക് സീക്വൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആൽജിബ്രൈക് ഫോം എന്ന് പറയുന്നത്. ഇവിടെ പൊസിഷൻ 1, 2, 3, 4. ഓക്കെ, അപ്പൊ nth പൊസിഷൻ എന്താണ്? nth പൊസിഷൻ ഇപ്പം 20th പൊസിഷൻ, 100th പൊസിഷൻ ഒക്കെ നമുക്ക് കാണേണ്ടി വരും. അപ്പം നമുക്കൊരു അറിയാത്ത, ഇപ്പം പെട്ടെന്ന് ചോദിക്കുമ്പോൾ നമ്മളല്ല വേറൊരാളുള്ളത്, അയാൾക്ക് ഒരു ഇക്വേഷൻ രൂപത്തിൽ എഴുതി കൊടുക്കണം. അതാണ് എന്ത്? നമ്മുടെ ആൽജിബ്രൈക് ഫോം. അപ്പം നമുക്കൊരു വേരിയബിൾ യൂസ് ചെയ്യാം, x1, x2, x3, x4. ഈ x എന്ന് പറയുന്നത് ഈ ടേമിന്റെ കേറ്റാനുള്ള ഒരു വേരിയബിൾ ആണ്. x2 എന്ന് പറയുന്നത് ഈ ടേം ആണ്, x3 എന്ന് പറയുന്നത് ഈ ടേം ആണ്, x4 എന്ന് പറയുന്നത് 4th ടേം ആണ്. അതായത് പൊസിഷനും ആ ടേമുള്ള റിലേഷൻ ആണ് x1, പൊസിഷനും സെക്കൻഡ് ടേമുമായിട്ടുള്ള റിലേഷൻ x2, അങ്ങനെ x3, x4. അങ്ങനെ nth ടേമിനെ നമുക്ക് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യാം? nth ടേം എന്ന് പറയുന്നത് xn, ഫസ്റ്റ് ടേം x1 ആണ്. അപ്പൊ nth ടേം xn is equal to
അതിന് നമ്മൾ ഫസ്റ്റ് പൊസിഷനും ടേമും ആയിട്ടുള്ള റിലേഷൻ കണ്ടുപിടിക്കണം. ഇവിടെ പൊസിഷൻ ഇൻറ്റു 4 ആണ് നമ്മുടെ റിലേഷൻ അല്ലേ. 1 into 4 4, 2 into 4 8, ഓക്കെ, 2 into 4 8, 3 into 4 12, ഓക്കെ, 4 into 4 16. അപ്പോൾ പൊസിഷൻ ഇൻറ്റു 4 ചെയ്താൽ നമുക്ക് ടേം കിട്ടും. അപ്പോൾ nth പൊസിഷനിലുള്ള ടേം കിട്ടണമെങ്കിലോ n into 4, ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് ആൽജിബ്രൈക് ഫോം അല്ലെങ്കിൽ ആൽജിബ്ര ഓഫ് ദ സീക്വൻസ്. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കാം. നമ്മൾ ഒരു സ്ക്വയറിന്റെ ഏരിയ എടുക്കുന്നു ഫസ്റ്റ്. അപ്പോൾ 1ന്റെ ഏരിയ എന്ന് പറയുന്നത് 1, 2 സെന്റിമീറ്റർ ഉള്ളതാണെങ്കിൽ 4, 3 സെന്റിമീറ്റർ ആണെങ്കിൽ ഏരിയ 9, 4 സെന്റിമീറ്റർ ആണെങ്കിൽ 4 into 4 16. അപ്പം ഏരിയ കിട്ടി. ഇനി ഈ പൊസിഷനും ഈ ടേമുമായിട്ടുള്ള റിലേഷൻ കണ്ടുപിടിക്കണം. 1 1 2 4 3 9 ഇത് തമ്മിലുള്ള റിലേഷൻ എന്താ? 1ന്റെ സ്ക്വയർ അല്ലേ 1, 2ന്റെ സ്ക്വയർ ആണ് 4. അപ്പം nth ടേമിലുള്ള nth ടേം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് xn. ഇവിടെ പൊസിഷന്റെ സ്ക്വയർ ആണ് നമ്മൾ പറയുന്നത്. ഇവിടെ പൊസിഷൻ n ആണ്. അപ്പം n സ്ക്വയർ ആണെന്ത് നമ്മുടെ ഇവിടുത്തെ ആൽജിബ്രൈക് ഫോം. ഓക്കെ, ഇനി നമുക്ക് ആൽജിബ്ര ഓഫ് അരിത്തമെറ്റിക് സീക്വൻസിലേക്ക് പോകാം. അതായത് അരിത്തമെറ്റിക് സീക്വൻസിന്റെ ആൽജിബ്രൈക് ഫോം. ഏതൊരു അരിത്തമെറ്റിക് സീക്വൻസും അതിന്റെ ആൽജിബ്രൈക് ഫോം എന്ന് പറയുന്നത് x of n is equal to a n plus b ആണ്. അതായത് എയും ബിയും കോൺസ്റ്റന്റ് ആണ്. അതിന് ഏത് വാല്യൂ വരാം, 1 2 1 2 ആണ് ഇതിന്റെ വാല്യൂ എങ്കിൽ, അതായത് a is equal to 1ഉം b is equal to 2ഉം ആണെങ്കിൽ ഈ സീക്വൻസിന്റെ ത്രൂ ഔട്ട് എയും ബിയും 1ഉം 2ഉം തന്നെ ആയിരിക്കും. അതിൽ ഒരു മാറ്റവും വരില്ല. പിന്നെ എവിടെയാണ് മാറ്റം വരിക? എന്നിലാണ് മാറ്റം വരിക. ഈ n മാറുന്നതിനനുസരിച്ച് എന്നിന് 1 2 3 4 എന്നുള്ള പൊസിഷൻ നമ്പർ മാറി മാറി മാറിക്കൊണ്ടേയിരിക്കും. അതായത് എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ 1 plus 2, 1 into 1 plus 2, അതായത് 3 ആണ് വരിക. ഇനി എന്നിന് 2 കൊടുത്തു കഴിഞ്ഞാൽ 1 into 2, അതായത് 2 plus 2, അതായത് 4 വരും. ഇനി 1 into 3 plus 2 5. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് വരിക, നമ്മുടെ ടേംസ് വരിക. ഇവിടെ ഡിഫറൻസ് 1, ഇവിടെ ഡിഫറൻസ് 1. അപ്പൊ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അപ്പം ഏതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആയാലും a n plus b എന്ന ഫോമിലാണ് വരിക. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, 19 28 37 46. ഓക്കെ, ഇതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയേ. 19 28, 28 മൈനസ് 19 എന്ന് പറയുന്നത് 9 ആണ്. ഇവിടെ 37 മൈനസ് 28 9, 46 മൈനസ് 37 9. അപ്പൊ ഇതൊരു 9ന്റെ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇതിലെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 19 ആണ്. ഓക്കെ, അപ്പൊ 19 പ്ലസ് 9 ഇൻറ്റു 1 ആണ് നമ്മുടെ സെക്കൻഡ് ടേം. ഇനി 19 ഇൻറ്റു 9 ഇൻറ്റു 2 ആണ് നമ്മുടെ തേർഡ് ടേം. ഓക്കെ, ഇത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത്. അപ്പം ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 19 പ്ലസ് 9 ഇൻറ്റു 0, അതായത് 1 0 ആയിട്ടും 2 1 ആയിട്ടും 3 2 ആയിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതായത് n ആണെങ്കിൽ n മൈനസ് 1 ആയിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ കോമൺ ആയിട്ട് x ഓഫ് n എങ്ങനെ എഴുതാം? x ഓഫ് n ഈസ് ഈക്വൽ ടു 19 പ്ലസ് n മൈനസ് 1 ഇൻറ്റു 9. ഇങ്ങനെ എഴുതാൻ പറ്റില്ലേ? ഇനി നമുക്ക് ഇതിനെ ഷോർട്ട് ആക്കണം. ഇനി ഷോർട്ട് ആക്കാൻ ഈ ഇക്വേഷൻ ബാക്കിയുള്ളതൊന്നും വായിക്കട്ടെ. ഇതിനെ ഷോർട്ട് ആക്കി എഴുതാം. 19 പ്ലസ് 9 ഇൻറ്റു n. ഈ ബ്രാക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യാം. 9n
മൈനസ് 1 ഇൻറ്റു 9 അതായത് 9. 19 മൈനസ് 9 എത്രയാ 10. അപ്പോൾ 10 പ്ലസ് 9n. ഇതിനാ an പ്ലസ് ബി എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു an പ്ലസ് ബി എന്ന ഫോമിലേക്ക് എഴുതിയ എങ്ങനെ ഉണ്ടാവും? എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു 9n പ്ലസ് 10. ഈ ഫോമിലെത്തിയില്ലേ? അതായത് എല്ലാ അരിത്തമെറ്റിക് സീക്വൻസും ഈ ഒരു ഫോമിലായിരിക്കും ഉണ്ടാവുക. ഇതാണ് ഇതിന്റെ ആൽജിബ്രൈക് ഫോം. അപ്പോൾ പാർട്ട് 1 ഇവിടെ അവസാനിക്കുകയാണ്. പാർട്ട് 2 ആയിട്ട് നമ്മൾ വേറൊരു വീഡിയോയിൽ കാണും. നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. എല്ലാം അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പെട്ടെന്ന് വീഡിയോകൾ കാണാനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ബൈ, അടുത്ത വീഡിയോ കാണാം.